ഇപ്പത്തെ എൻ്റെ ഫേസ് കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഇങ്ങനത്തെ ഓരോ കൊറിയൻ സ്കിന്നല്ലേ നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. അത്രയ്ക്കൊന്നും ആവില്ലെങ്കിലും സ്കിന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാന്ന് വിചാരിച്ചു. ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര മാറ്റം തന്നെ കണ്ടു തുടങ്ങി കേട്ടോ. അപ്പം നമ്മളുടെ ഇത് ഡേ 4 ആണ് സ്കിൻ കെയർ സീരീസിൻ്റെ. അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട്, പിന്നെ കാപ്പിപ്പൊടി, പിന്നെ കടലമാവ്, പിന്നെ കുറച്ച് മഞ്ഞളും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ 2-3 സ്കിൻ കെയർ വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്, വേറെ ചിലവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മൾ സ്കിൻ ശ്രദ്ധിക്കാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ച് തുടങ്ങി എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ പാക്കും ട്രൈ ചെയ്തിരിക്കണത്. അപ്പോൾ ബാക്കി വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മളുടെ പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഫേസിൽ ആകെ ടാൻ പിടിച്ചിട്ട് ആകെ ഒരു ഭംഗിയില്ലാത്ത പോലെയായിരുന്നു. അപ്പോൾ കുറച്ച് ഫേസ് പാക്കുകളൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര മാറ്റം കണ്ടു തുടങ്ങി കേട്ടോ. നമ്മൾ എന്തായാലും നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണല്ലോ യൂസ് ചെയ്യണത്. അതുകൊണ്ട് എന്തായാലും റിസൾട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ എന്തായാലും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു സ്മൂത്ത്നെസ് നമ്മുടെ ഫേസിൽ നമുക്ക് തൊടുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ്നെസ്, ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ, അതൊക്കെ എന്തായാലും നമുക്ക് അപ്പം തന്നെ ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ സ്കിൻ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ആദ്യം ഞാൻ പാക്ക് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണുള്ളൂ. പിന്നെ നമ്മളൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം കഴുകുന്ന ടൈമിലാണ് കേട്ടോ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യുന്നത്. ഇപ്പോൾ പാക്ക് ഫുള്ളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാണ്. ബാക്കിയുള്ളത് കഴുത്തിലും എല്ലാവിടെയും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-10 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകി കളയാം. ഇനി നമുക്ക് ഒരു കുറച്ച് നേരം വെച്ചതിന് ശേഷം കഴുകി കളയാം കേട്ടോ. അപ്പോൾ കഴുകുന്ന ടൈമിലാണ് ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് കഴുകി കളയാം. അപ്പോൾ ഇതാ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ടാനൊക്കെ ഒന്ന് പോയ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വൈറ്റ് ഹെഡ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവും. എനിക്ക് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് സ്മൂത്തൊക്കെ ആയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഒരു മാറ്റം തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ പാക്ക് ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തത് വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ പൂരമാണ് കേട്ടോ. ഞങ്ങളുടെ തട്ടകത്തിൽ നമ്മുടെ അമ്പലത്തിൽ പൂരമാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇനി ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയും കൂടിയാണ് കേട്ടോ. അപ്പം ഇനി ഞാൻ പോയിട്ട് വേഗം കുളിച്ച് റെഡി ആവട്ടെ. അപ്പോൾ സിമ്പിളായിട്ട് വേഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റ് മുണ്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും റെഡിയായി, ഉണ്ണീനെ റെഡിയാക്കി. ഉണ്ണി മുണ്ടൊക്കെ എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അമ്പലത്തിൽ കൊടിയേറി കഴിഞ്ഞാൽ ഇങ്ങനെ കൊട്ടൊക്കെ ആയിട്ട് ആൾക്കാർ വരും കേട്ടോ. 21 ദിവസത്തിൻ്റെ കൂത്താണ്. പിന്നെ 96 ദേശത്തിൻ്റെ പൂരാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര വലിയൊരു പൂരാണ്. ഞങ്ങളുടെ തട്ടകത്തിൽ ദൈവമാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറേ ഗെയിംസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എക്സിബിഷൻ പോലെ അങ്ങനെ കുറേ ഫുഡ് കോർട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ഉണ്ണി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വൈകുന്നേരം വരാം നമുക്ക് കളിക്കാനൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ സമാധാനിപ്പിച്ചിരുത്തിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയി വന്ന ഒരു ഹോട്ടലിൽ കയറി മസാല ദോശ കഴിക്കണത് ഒരു പതിവാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയിൽ ഞങ്ങൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. മസാല ദോശ, ഉഴുന്നുവട ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. ഉണ്ണി ഉഴുന്നുവടയുടെ ആളാണ്. പോയി വന്നിട്ട് ഞങ്ങൾ വേഗം വിളക്കൊക്കെ കത്തിച്ച് അരിയും പൂവൊക്കെ വെച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ പൂതനും തറയൊക്കെ വരും എല്ലാ വീടുകളിലും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ ഞാനും ഉണ്ണിയും. അപ്പോൾ കൊട്ടൊക്കെ കേട്ടപ്പോൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കിതാ മാച്ചിങ് ആയിട്ടുള്ള വളയൊക്കെ കിട്ടി കേട്ടോ എൻ്റെ സെറ്റ് മുണ്ടിന്. നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം? സെറ്റ് മുണ്ടാണോ സെറ്റ് സാരിയാണോ ഉടുക്കാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറയണം കേട്ടോ. അപ്പോൾ അതാ പൂതനും തറയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്.
ഞങ്ങൾ വൈകുന്നേരം പൂരം കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പം എനിക്കിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഗിഫ്റ്റ് തന്നൊരു ഡ്രസ്സാണ്. അപ്പോൾ അതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഉള്ളിലൊരു ഇന്നർ പോലത്തെ ഒരു ടോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വളട്ടു, പിന്നെ ഒരു ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ സിമ്പിളായിട്ട് അങ്ങനെ വേഗം റെഡി ആയിട്ടോ. ഒരു ഒലേൻത്ത് ഒരു ക്രീമാണ് തേച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ സൺസ്ക്രീമൊന്നും വേണ്ടല്ലോ. അങ്ങനെ വേഗം റെഡി ആയിട്ട് ഇനി പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം കുറേ ഇങ്ങനെ കാളകളിനൊക്കെ ഇങ്ങനെ കൊണ്ടുവരും അമ്പലത്തേക്ക്. അപ്പം അതാണ് ആനയൊന്നും ഇല്ലാത്തൊരു തരം പൂരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ ഇങ്ങനെ കാണുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പോണ വഴിക്ക് തന്നെ കുറേ ടീമുകൾ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. നല്ല രസമുണ്ടായിരുന്നു. ഫുള്ളായിട്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഓരോരോ ദേശത്തിൻ്റെ കാളകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ കളിക്കുന്നതൊക്കെ കാണുന്നത് കേട്ടോ. ഞങ്ങൾ ഫുഡ് കോർട്ടിലൊക്കെ പോയി കുറേ ഫുഡൊക്കെ കഴിച്ചു. കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. നാളെ വേറൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഉണ്ണി നന്നായി.